എടുത്തു മാറ്റിക്കെട്ടിയതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ മുഖം നഷ്ടപ്പെട്ടു പോയൊരു ഗവൺമെൻറ്റിന് ഇനി എത്ര മിനുക്കാമെന്ന് വിചാരിച്ചാലും രക്ഷയില്ല. 2 പേര് പാവങ്ങളെ പറഞ്ഞു വിട്ടു എന്നുള്ളതല്ലാതെ, പുതിയ 2 പേര് വരുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. ഇതിനകത്ത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഗവൺമെൻറ് ഏതായാലും ജനങ്ങളുടെ മുമ്പിൽ വളരെയേറെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. മുഖ്യമന്ത്രിക്ക് പുതിയ മന്ത്രി ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെയാണ്. പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അടക്കം നിങ്ങൾ നടത്തിയ സമരങ്ങൾ അർത്ഥമില്ലാത്തതാണെന്നും വെറുതെ ബഹളം വെക്കുന്ന ഒരു കൂട്ടമായിട്ട് പ്രതിപക്ഷം മാറുന്നു. അത് മന്ത്രിസ്ഥാനം കിട്ടിയതിൻ്റെ ആഹ്ലാദത്തിൽ പറയുന്ന കാര്യങ്ങളായിട്ട് കൂട്ടിയാൽ മതി, അതിൽ കവിഞ്ഞൊന്നുമില്ല. കാരണം മന്ത്രിസ്ഥാനം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം ഈ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും മന്ത്രിമാരെയും പ്രതിപക്ഷം വിമർശിക്കുന്നതിനേക്കാൾ കഠിനമായി വിമർശിച്ച ആളാണ്. മന്ത്രിസ്ഥാനം കിട്ടിയപ്പോഴപ്പോൾ മാറുന്നത് എല്ലാവർക്കും കാര്യം മനസ്സിലാവും. ഇതൊരു പ്രാഥമികമായ ചർച്ചയാണ്, പാർട്ടിക്കകത്തുള്ള ചർച്ചയാണ്. ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടെ സീറ്റ് വിഭജനത്തിൽ വേഗം തീരുമാനത്തിലെത്തണമെന്നൊക്കെ വളരെ ആവശ്യം നേരത്തെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിൽ കിടക്കുകയാണ്. അല്ല, അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആദ്യം ഞങ്ങൾ ശ്രീ മുകുൾ വാസ്നിക് ചെയർമാനായ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുമായി സംസാരിക്കും. അതിനുശേഷം ആ കമ്മിറ്റി പാർട്ടി പ്രസിഡന്റിനും നേതൃത്വത്തിനും കാര്യങ്ങൾ പറഞ്ഞ് അതിനുശേഷമാണ് ചർച്ച പെട്ടെന്ന് ആരംഭിക്കും. പെട്ടെന്ന് മുന്നോട്ട്. CPM അവിടെ 2 സീറ്റ് വേണമെന്നൊക്കെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ സഖ്യത്തിൽ. അത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസിന് മുന്നിൽ വന്നോ? ഇല്ല, ഇതുവരെ ചർച്ച ആയിട്ടില്ല. അത് ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് ചർച്ച ചെയ്ത ശേഷം കമ്മിറ്റിയുടെ മുമ്പാകെ കാര്യങ്ങൾ പറയും. ഇല്ല, ഒന്നും ഉണ്ടാവില്ല. അവിടെ മഹാഗാഡി സഖ്യം വളരെ ശക്തമാണ്. എല്ലാ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും 100% ഇപ്പോൾ അവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളുടെ ശക്തമായ വികാരവുമുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഈ NCP എങ്ങനെയാണ് അവിടെ ഉൾക്കൊള്ളാൻ കഴിയും? കാര്യം പകുതി അപ്പുറത്താണുള്ളത്, പകുതി ഇപ്പുറത്താണുള്ളത്. അതിൽ പക്ഷേ ഒരു ക്ലാരിറ്റി വരുത്താൻ ശരത് പവാർ പോലും തയ്യാറാവുന്നത്. അല്ല, ശരത് പവാർ മുന്നണിയോടൊപ്പമാണ്. അദ്ദേഹം നേതൃത്വം കൊടുക്കുകയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമാണ്. ഒരാശയക്കുഴപ്പം അതിനകത്തില്ല. ജനങ്ങൾ അദ്ദേഹത്തിന് കൂടെയാണ്. യാത്ര കഴിയുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ക്യാരവാനൊക്കെ വരുമെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്പോഴും അദ്ദേഹം ക്യാരവാനത്താണല്ലോ ജീവിക്കുന്നത്, ജനങ്ങളെ കാണുന്നില്ലല്ലോ. ഈ നവകേരള യാത്രയിൽ തന്നെ അദ്ദേഹം ജനങ്ങളുമായിട്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല. ജനങ്ങളെ 1000 അടി അകലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കണ്ടത്.